വടക്കാഞ്ചേരി ഓട്ടുപാറ ജില്ലാ ആശുപത്രിക്ക് സമീപം റിലീഫ് മെഡിക്കൽസിന് മുകളിൽ 1500 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള വാണിജ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാവുന്ന റൂം വാടകയ്ക്ക്. വിശാലമായ പാർക്കിംഗ് സൗകര്യവും 24 മണിക്കൂറും നിരീക്ഷണ ക്യാമറയും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂം, ഹാൾ, കിച്ചൺ, 2 ബാത്റൂം അടങ്ങിയ 2 ഫ്ളാറ്റുകളും ഇതോടൊപ്പം ഒരുങ്ങിക്കഴിഞ്ഞു. മിതമായ നിരക്കിൽ ആവശ്യക്കാർക്ക് നഗരഹൃദയത്തിലെ ഈ കെട്ടിടം വാടകയ്ക്ക് ലഭിക്കുന്നതിനായി 8590888153 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കർക്കിടക വാവു ബലി തർപ്പണത്തിനൊരുങ്ങി മേഖലയിലെ ക്ഷേത്രങ്ങൾ. ഭക്തർക്കായി വിപുലമായ സൗകര്യങ്ങളാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. ഓഗസ്റ്റ് 12 ബുധനാഴ്ച പുലർച്ചെ മുതൽ വിവിധ ക്ഷേത്രങ്ങളിൽ ബലിതർപ്പണവും തിലഹഹോമവും ആരംഭിക്കും. കോട്ടപ്പുറം ശ്രീ മണ്ണത്രക്കോവ് ശിവക്ഷേത്രത്തിൽ വാവു ബലിയോടനുബന്ധിച്ച് ഓഗസ്റ്റ് 12 പുലർച്ചെ 4:30 മുതൽ ക്ഷേത്രം ഊട്ടുപുരയിൽ തർപ്പണ സൗകര്യം ആരംഭിക്കും. പിതൃമോക്ഷത്തിനായി നടത്തുന്ന തിലഹഹോമത്തിന് ഊട്ടുപുരയോട് ചേർന്ന് പ്രത്യേക സജ്ജീകരണങ്ങളും ബലി സമർപ്പണത്തിനായി പുഴക്കടവിൽ സുരക്ഷാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബലിതർപ്പണം നടത്തുന്ന ഭക്തർക്ക് ലഘുഭക്ഷണവും ഒരുക്കിയിട്ടുണ്ടെന്ന് ക്ഷേത്ര ഭാരവാഹികളായ പ്രസിഡന്റ് KN ഹരിദാസ്, സെക്രട്ടറി KA വിജീഷ്, ട്രഷറർ PB സ്മനീഷ് എന്നിവർ അറിയിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള അതിപുരാതനമായ കുമ്പളങ്ങാട് പള്ളിമണ്ണ ശിവക്ഷേത്രത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾക്ക് തയ്യാറെടുപ്പുകൾ പൂർത്തിയായതായി ദേവസ്വം ഓഫീസർ PV ഹരികൃഷ്ണൻ അറിയിച്ചു. ഈ വർഷത്തെ കർക്കിടക വാവുബലി ഓഗസ്റ്റ് 12 തീയതി നമ്മൾ ആചരിക്കുകയാണല്ലോ. ഭാരതീയ സനാതനധർമ്മത്തിൻ്റെ ഭാഗമായി പിതൃക്കൾക്ക് പിതൃമോക്ഷത്തിനായി ബലിതർപ്പണം നടത്തുന്നത് അത്യന്തം വിശേഷമാണെന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസം. തെക്ക് നിന്ന് വടക്കോട്ടൊഴുകുന്ന പുഴയും അതിനഭിമുഖമായി നിൽക്കുന്ന മഹാദേവനും ഇത്തരത്തിലുള്ളതാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പള്ളിമണ്ണ ക്ഷേത്രത്തിലെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ പള്ളിമണ്ണ ക്ഷേത്രം ബലിതർപ്പണത്തിനായി തിരുനെല്ലിക്ക് സമം എന്നാണ് വിശേഷിക്കപ്പെടുന്നത്. അതിനാൽ തന്നെ ഈ വർഷത്തെ ബലിതർപ്പണത്തിനായി ക്ഷേത്രോപദേശക സമിതിയുടെയും കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെയും നേതൃത്വത്തിൽ എല്ലാവിധ ഒരുക്കങ്ങളും ക്ഷേത്രത്തിൽ നമ്മൾ ഒരുക്കിയിട്ടുള്ളതാണ്. കഴിഞ്ഞ വർഷം ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഈ കർക്കിടക വാവു ബലിതർപ്പണത്തിനായി എത്തിച്ചേരാറുള്ളത്. ഭക്തജനങ്ങൾ ബലിതർപ്പണത്തിനായി എത്തിച്ചേരുന്ന ഈ ശ്രേഷ്ഠമായ പള്ളിമണ്ണ ശിവക്ഷേത്രത്തിൽ ഇത്തവണയും കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെയും ക്ഷേത്ര ഉപദേശക സമിതിയുടെയും നേതൃത്വത്തിലായി എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുള്ളതാണ്, പ്രഭാത ഭക്ഷണം ഉൾപ്പെടെ. അപ്പോൾ കർക്കിടകം വാവുബലിക്കായി ഓഗസ്റ്റ് 12 തീയതി എല്ലാ ഭക്തജനങ്ങളെയും പള്ളിമണ്ണത്തെ അവരുടെ പുണ്യഭൂമിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് 2000ഓളം വർഷം പഴക്കമുള്ളതും കേന്ദ്ര പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷിത സ്മാരകവുമായ ഈ ക്ഷേത്രം ദക്ഷിണകാശിക്കും തിരുനെല്ലിക്കും തുല്യമായാണ് വിശ്വാസികൾ കരുതുന്നത്. തെക്കിൽ നിന്ന് വടക്കോട്ട് ഒഴുകുന്ന പുഴയ്ക്ക് അഭിമുഖമായ മഹാദേവ പ്രതിഷ്ഠയും 600ഓളം വർഷം പഴക്കമുള്ള ശ്രീകോവിലിലെ ചുമർ ചിത്രങ്ങളും ബലിതർപ്പണത്തിന് ഉചിതമായ തെക്കോട്ടൊഴുകുന്ന പുഴയും ഇവിടുത്തെ പ്രത്യേകതകളാണ്. ചൂണ്ടൽ കാഞ്ഞിരക്കോട് ഇല്ലത്ത് പരമേശ്വരൻ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. പുഴയിൽ കുളിക്കുവാൻ ബുദ്ധിമുട്ടുള്ളവർക്കായി പ്രത്യേക ഷവർ സൗകര്യവും സ്ത്രീകൾക്ക് വസ്ത്രം മാറാനുള്ള മുറികളും സജ്ജീകരിച്ചിട്ടുണ്ട്. ഭക്തർക്ക് പ്രഭാത ഭക്ഷണവും ലഭിക്കും. കൊച്ചിൻ ദേവസ്വം ബോർഡും ക്ഷേത്ര ഉപദേശക സമിതിയും സംയുക്തമായാണ് നേതൃത്വം നൽകുന്നത്. ആയിരക്കണക്കിന് ഭക്തരെ പ്രതീക്ഷിക്കുന്നതായി സമിതി പ്രസിഡന്റ് K ഗോപാലകൃഷ്ണൻ, സെക്രട്ടറി K തുളസി കൃഷ്ണകുമാർ, ഭാരവാഹികളായ രാജേഷ് പള്ളിമണ്ണ, രഘുനാഥൻ എന്നിവർ പറഞ്ഞു. SNDP യോഗം തലപ്പള്ളി യൂണിയൻ നടരാജഗിരി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ആഗസ്റ്റ് 12 ബുധനാഴ്ച പുലർച്ചെ 3:30 മുതൽ ബലിതർപ്പണ ചടങ്ങുകളും തിലഹഹോമവും ആരംഭിക്കും. ചടങ്ങുകളിൽ പങ്കെടുക്കാനെത്തുന്ന ഭക്തർക്കായി പ്രഭാത ഭക്ഷണം ഉൾപ്പെടെയുള്ള വിപുലമായ സൗകര്യങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് ക്ഷേത്രസമിതി അറിയിച്ചു. You are watching VCV News.